നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന്റെ നിറം നോക്കിയിട്ട് ഇപ്പൊ നമുക്ക് മനസ്സിലാവുള്ളൂ. ഭയങ്കര കറുപ്പടിച്ച വൈക്കോലൊന്നും ഉപയോഗിക്കാതിരിക്കുക. കറുപ്പടിച്ചതൊക്കെ ആണെങ്കിൽ പേട്ടപ്പുല്ല് അങ്ങനത്തെ ഇതൊക്കെ ആണെങ്കിൽ എന്താണ് വളരില്ല. അത് നോക്കിയിട്ട് ചെയ്യുക. അറക്കപ്പൊടി പ്ലാവിന്റെ റബ്ബറിന്റെ അറക്കപ്പൊടി തന്നെ നമ്മൾ ഉപയോഗിക്കണം കേട്ടോ. മിക്സ് ആയിട്ടുണ്ടെങ്കിൽ അത് സ്പ്രെഡ് ആവില്ല. ഇനിയിപ്പോ പൂങ്കൃഷിയിൽ വരുന്ന ഏറ്റവും പ്രധാന പ്രശ്നങ്ങളാണ്. ഒന്ന്, അതിൽ വരുന്ന ഒരു ഫോറിഡുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രാണികളുടെ പ്രശ്നം. ആ പ്രാണികളുടെ പുഴുക്കളാണ് ആ കാണുന്നത്. വെളുത്ത വളരെ ചെറിയ പുഴുക്കളാണ്. അതുപോലെ വരുന്ന ഒരു പൂപ്പലുണ്ട്, ട്രൈക്കോഡർമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൂപ്പലും പ്രശ്നം വരാറുണ്ട്. ഇവിടെ ബാക്ടീരിയ മൂലമുള്ള പ്രശ്നങ്ങൾ നമുക്ക് കുറവാണ് സാധാരണയായിട്ട്. ഞാനത് പറഞ്ഞു തരാം. ഈ പ്രാണികളാണ് സാധാരണ വന്നിട്ട് നിങ്ങൾ കണ്ടു കാണും. ഈ മഞ്ഞക്കെണിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെഡിന് പുറത്തൊരു മഞ്ഞക്കെണി, അതായത് മഞ്ഞ സൺപാക്ക് ഷീറ്റിൽ നിങ്ങൾ ആവണക്കെണ്ണ 2 സൈഡിലും ആക്കിയിട്ട് ഒന്ന് ഷെഡിന് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാണികൾ വന്നിട്ട് ഈ മഞ്ഞ കളറിനോട് ആകർഷിച്ച് വന്നത് പറ്റിപ്പിടിക്കുന്നതാണ്. അത് ഫോറിഡുകൾ എന്ന് പറഞ്ഞ പ്രാണിയാണ്. അത് നിങ്ങൾ ഷെഡിന്റെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബെഡിൽ മുട്ടയിടും. ഇത് പ്രധാനമായിട്ടും ഈ തന്തുക്കൾ തിന്നും, കൂണിന്റെ തന്തുക്കൾ തിന്നും. ഇപ്പൊ നിങ്ങൾ ഇരുട്ട് റൂമിലൊക്കെ വെച്ച ബെഡ് ഉണ്ടല്ലോ, ചില സമയത്ത് പറയാൻ ആളുകള് ടീച്ചർ അത് വളരുന്നില്ല, അതിങ്ങനെ വട്ടത്തിലായി നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ കുറെ പറയും നിങ്ങൾ തുറന്നു നോക്കുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നു. എന്നിട്ട് പിന്നെ ബെഡ് ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞ് നമ്മളത് വളരെ ശ്രദ്ധിച്ച് നോക്കുമ്പോഴേക്കും ഈ വട്ടത്തിലുള്ള അതിന്റെ അവിടെ നോക്കുമ്പോൾ കുഞ്ഞി വളരെ ചെറിയ പ്രാണികളാണ്. ഇതിന്റെ പുഴുക്കൾ ഈ ഒരു പ്രാണികൾ ചെന്ന് മുട്ടയിട്ടിട്ട് അത് വിരിഞ്ഞുണ്ടാവുന്ന പുഴുക്കള് കാണാം. അതാണ് ഈ ബെഡ് തിന്നുന്നത്, അതായത് തന്തുക്കള് തിന്നുന്നത്. വളരെ പ്രശ്നമാണ് ഈ ഒരു കീടം വന്നിട്ടുണ്ടെങ്കിൽ. കാരണം ഒരു കീടനാശിനികൾ നമുക്ക് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ നമുക്ക് ബെഡ് കളയാൻ മാത്രമേ വഴിയുള്ളൂ. ഇത് വരാതിരിക്കാനാണ് നമ്മൾ ഈ പ്രാണിനെ ഒഴിവാക്കാനാണ് നമ്മൾ ഈ എന്താണ് കുന്തിരിക്കം പുകയ്ക്കാനും വേപ്പെണ്ണ അത് ബെഡിൽ സ്പ്രേ ചെയ്യാൻ പറ്റില്ല. വേപ്പെണ്ണ സ്പ്രേ ചെയ്യാണെങ്കിൽ ഷെഡിന്റെ സൈഡിലൂടെ മാത്രമാണ് സ്പ്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ഒരു പ്രശ്നം വന്നിട്ടുള്ള ബെഡ് നമ്മൾ പുറത്ത് കളയാൻ പറയാറുണ്ട്. അപ്പൊ ആളുകൾക്ക് അപ്പൊ പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഈ ബെഡോട് തന്നെ അതുപോലെ കൊണ്ടേ കളയും. അപ്പൊ എന്താ സംഭവിക്കുക? ഈ പുഴു അതിനുള്ളിൽ ഇരുന്ന് വളർന്ന് പ്രാണിയായിട്ട് പുറത്തു വരും. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ബെഡ് കളയുമ്പോൾ അതിന് കവർ മാറ്റി വെയിലുള്ള സ്ഥലത്ത് കൊണ്ടുപോയിടണം. വെയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ വെയിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രാണി ചത്തുപോകും. ആ പുഴു ചത്തുപോകും. അല്ലാണ്ട് വെറുതെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ഉള്ളിൽ കിടന്ന് വളർന്ന് വന്നോളും. അങ്ങനെ ചെയ്യരുത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് പുറത്ത് കൊണ്ടുപോയി ബെഡിൽ നമുക്ക് കീടനാശിനി സ്പ്രേ കൊടുക്കാം. അങ്ങനെ പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ മതി. അപ്പോൾ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന കീടനാശിനികൾ കളയാൻ ഉദ്ദേശിച്ച ബെഡിൽ സ്പ്രേ ചെയ്യുന്ന കീടനാശിനികൾ നമുക്കുണ്ട്. അത് പറഞ്ഞു തരാം. നമ്മൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞുതരാം. പിന്നെ ചെറിയ രീതിയിലൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ കുരുമുളകിലായി നമ്മളെ ഈ വളരെ ചെറിയ രീതിയിൽ പ്രശ്നം പറ്റിയിട്ടില്ലെങ്കിൽ കുരുമുളകിലായി ബെഡിൽ സ്പ്രേ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറെയൊക്കെ നമുക്ക് നശിച്ചു പോയിക്കോളും. അപ്പൊ 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഏകദേശം 50 ഗ്രാം കുരുമുളക് പൊടി ഉണ്ടല്ലോ അത് മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് സ്പ്രേ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 3 തവണ ആഴ്ചയല്ല 3 ദിവസം കൂടുമ്പോൾ സ്പ്രേ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറെയൊക്കെ അത് ചത്തുപോകും. അത് മാത്രമേ നമുക്ക് ഇതിനുള്ളിൽ സ്പ്രേ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇതൊരു ബെഡ് കളയാൻ അതും നമ്മൾ മാറ്റി വെച്ച് വേറെ റൂമിൽ വേണം ചെയ്യാൻ. ചിലപ്പോൾ സ്പ്രേ ചെയ്യുമ്പോൾ ഇത് പുറത്ത് ചാടും. അപ്പോൾ മറ്റ് ബെഡിലോട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും കുരുമുളകിലായി നമുക്ക് സ്പ്രേ കൊടുക്കുക. 1 ലിറ്റർ വെള്ളത്തിലേക്ക് 50 ഗ്രാം വരെ കുരുമുളക് പൊടി മിക്സ് ചെയ്തിട്ട് ഇതിന്റെ ആ ഹോൾസ് ഉള്ളതിന്റെ അവിടെ അടുത്ത് വെച്ചിട്ട് നമ്മൾ ഹാൻഡ് സ്പ്രേയർ വെച്ചിട്ട് സ്പ്രേ കൊടുത്താൽ മതി. ഇപ്പോൾ അതിന്റെ ഒരു സഫക്കേഷൻ ഏരിയ വന്നാലും കുറേയൊക്കെ അത് ചത്തു വെക്കോളും. പിന്നെ എലിശല്യം ഉണ്ട്. വൈക്കോലൊക്കെ വെക്കുന്നതാണെങ്കിൽ എലിശല്യം പ്രശ്നം വരാറുണ്ട്. അപ്പൊ നമ്മളത് കൃത്യമായിട്ട് ഹോൾസ് ഒക്കെ എലി വരാനുള്ള ദ്വാരങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ അടയ്ക്കണം. ഇനി വളരെ ശല്യമാണെങ്കിൽ നമുക്ക് ചോദിച്ചതിന് ശേഷം മാത്രം നമുക്ക് എലി വിഷമൊക്കെ വെക്കാം. പക്ഷെ ശ്രദ്ധിക്കണം, നമ്മൾ ഒരു കാരണവശാലും ഈ ബെഡിലോട്ട് ആവുന്ന രീതിയിൽ ചെയ്യരുത്. ഇപ്പോ കെണികളൊക്കെ വെക്കുകയാണ് നല്ലത്. എലി വിഷമൊക്കെ വെക്കുന്നതിന് മുമ്പ് ചോദിച്ചിട്ട് ചെയ്യുക. പ്രശ്നം ഉണ്ടാവരുത്. പിന്നെ അത്
ഇനി കൂണിനെ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ ട്രൈക്കോഡർമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുമിൾ. ഇതുപോലെ കാണുന്ന കുമിൾ. അപ്പൊ ഈ ട്രൈക്കോഡർമ വരാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യാറ്? സാധാരണ ട്രൈക്കോഡർമ പോലുള്ള കുമിൾ രോഗങ്ങൾ വരാതിരിക്കാനുള്ള നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത്? അണുനശീകരണം ചെയ്യുന്നത്, മാധ്യമത്തിന്റെ അണുനശീകരണം ചെയ്യുന്നത്, പിന്നെ കൂൺശാലയില് ധൂമനം ചെയ്യുന്നത് അല്ലെ, ഫ്യൂമിഗേഷൻ ചെയ്യുന്നതൊക്കെ ഈ ട്രൈക്കോഡർമ വരാതിരിക്കാനാണ്. പിന്നെ വിത്ത് നല്ല ക്വാളിറ്റി വിത്താണെങ്കിൽ അതുവഴി നമ്മൾ ട്രൈക്കോഡർമ വരുന്നത് ഒഴിവാക്കാം, അല്ലെങ്കിൽ വിത്ത് വഴിയും വരും. അത് പിന്നെ എന്താണ്, ഇനി നമ്മൾ ഇത്രയൊക്കെ ചെയ്ത് ചില സമയത്ത് നമ്മളുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ ഈ ഒരു പ്രശ്നം വരും. നമ്മൾ പുറത്തു പോയി അതൊക്കെ പോയി ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഷെഡിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെയും വരും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ 1-2 ബെഡിലൊക്കെയാണ് പ്രശ്നം വരുന്നതെങ്കിൽ നമുക്ക് എന്താണ് ഇതുപോലെ ഒരു ചെറിയ പാച്ചിലൊക്കെയാണ് ഈ കുമ്പിൾ വളർന്നത് കാണുന്നെങ്കിൽ നമുക്ക് മൊത്തെടുത്ത് കളയാനൊരു വിഷമമായിരിക്കും. ആ സമയത്ത് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. അതായത് ഒരു ബെഡിന്റെ ഒരു ഭാഗത്ത് മാത്രമേ വന്നിട്ടുള്ളൂ ഒരു പച്ചപ്പ് ട്രൈക്കോഡർമ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എന്താണ് ഒരു ചെറിയൊരു പാത്രത്തിൽ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യാത്ത ഡെറ്റോൾ എടുക്കാം. ഡൈല്യൂട്ട് ചെയ്യാത്ത ഡെറ്റോൾ എടുത്തിട്ട് അതിലോട്ട് കോട്ടൺ ഡിപ്പ് ചെയ്യാം. കോട്ടൺ ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു ബ്ലേഡ് എടുക്കുക. ബ്ലേഡ് നന്നായിട്ട് നമ്മൾ ഈ ഡൈല്യൂട്ട് ചെയ്യാത്ത ഡെറ്റോൾ വെച്ച് തുടയ്ക്കുക. അതിനുശേഷം ആ ബ്ലേഡ് വെച്ച് നമ്മൾ ഈ പച്ച കാണുമല്ലോ, പച്ച കളറാണ് ഉണ്ടാവുക ട്രൈക്കോഡർമ കുമിളിന്റെ, ആ ഭാഗം കട്ട് ചെയ്തെടുക്കുക. അതായത് ആ കവറും ആ മാധ്യമവും എല്ലാം കൂടെ ചെറിയ ആദ്യത്തെ ഒരു ലെയർ ഉണ്ടാവില്ല, അതും കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അവിടെ ഈ ഡൈല്യൂട്ട് ചെയ്യാത്ത ഡെറ്റോൾ ഒരു 3-4 തവണ നന്നായിട്ട് തുടച്ചെടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ട്രൈക്കോഡർമ പിന്നെ അങ്ങ് വളരത്തില്ല, അങ്ങോട്ട് സ്പ്രെഡ് ആവില്ല. എന്നിട്ട് ആ ബെഡ് പിന്നെ വീണ്ടും നമുക്ക് അവിടെ തൂക്കാം, കുഴപ്പമില്ല. അങ്ങനെ ഒരു ബെഡിനൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാൻ പറ്റും. നമ്മൾ മൊത്തം ബെഡ് നശിപ്പിച്ച് കളയേണ്ട കാര്യമില്ല. പക്ഷെ ഡെറ്റോള് ഉപയോഗിക്കാം. പിന്നെ ഒരു കോപ്പർ ഓക്സിക്ലോറൈഡ് പോലെ കുമിൾനാശിനി ഉപയോഗിക്കാൻ പറ്റും. ഡെറ്റോളാണ് സേഫ് നമുക്ക് ഉപയോഗിക്കാൻ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ ഇരുന്ന് ഇതുപോലെ വരും. ഇങ്ങനെയൊക്കെ ട്രൈക്കോഡർമ വന്നാൽ 2 തവണയൊക്കെ ഫ്യൂമിഗേഷൻ ചെയ്തിട്ടേ നമ്മൾ ആക്കാൻ പറ്റുള്ളൂ. ഈ രീതിയിലൊക്കെ വന്നാൽ അതിൽ കൂൺ വളരെയില്ല. പിന്നെയുള്ളതൊന്ന് ഈ കൂൺ ഉണ്ടല്ലോ, നമ്മള് വിളവെടുത്ത് നമ്മളത് കറക്റ്റ് ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് വീണ്ടും 1 മാസം 2 മാസമൊക്കെ നമ്മളോട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു കറുത്ത പൂപ്പിൽ വരും. അസ്പർജില്ലസ് എന്ന് പറഞ്ഞാൽ നമുക്കും ദോഷമായിട്ടുള്ളതാണ്. അസ്പർജില്ലസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ബെഡ് എടുത്ത് കളയെ വഴിയുള്ള ഇതുപോലെ കട്ട് ചെയ്തിട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ വരും. കണ്ടിട്ടുണ്ടാവും നിങ്ങൾ കൂൺ വിളവെടുത്തിട്ട് നിങ്ങളത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലാണ് വരിക. അപ്പൊ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ബെഡ് എടുത്ത് കളയുക, ഏറ്റവും പെട്ടെന്ന് കളയണം. കാരണം അത് ശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും പ്രശ്നമാണ്, ദോഷമാണ്. അസ്പർജില്ലസിന്റെ പ്രശ്നം നമ്മൾ കേട്ടിട്ടുണ്ടോ. അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവരുത്. കൃത്യമായിട്ട് വിളവെടുത്ത് കഴിഞ്ഞാൽ ബെഡ് കളയണം. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പോസ്റ്റ് ചെയ്യുന്ന രീതി കാണിച്ചു തരാം കേട്ടോ. 10ാമത്തെ ക്ലാസ്സിൽ നമുക്ക് കമ്പോസ്റ്റ് എങ്ങനെയാ ആക്കാന്നുള്ളത്, അറക്കപ്പൊടി വെച്ചിട്ട് വൈക്കോൽ വെച്ചിട്ട് എങ്ങനെയാ നമ്മളിവിടെ അറക്കപ്പൊടി വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് കാണിച്ചു തരാം. ഇത് ബാക്കിയുള്ള വേസ്റ്റ് നമ്മൾ കൊണ്ടുപോയി നശിപ്പിച്ച് കളയുന്നേക്കാൾ നല്ലത് നമുക്കൊരു കമ്പോസ്റ്റ് ആക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി വേറൊരു പ്രശ്നം കൂൺബെഡിൽ വരുന്നത് ഈർപ്പം കൂടിപ്പോയ ബാക്ടീരിയ വരും. ബാക്ടീരിയ മഞ്ഞപ്പ് വന്ന് ബാക്ടീരിയ പോലുള്ള പ്രശ്നം വരാറുണ്ട്. പിന്നെ വെള്ളത്തിലൂടെ വരും ബാക്ടീരിയ പ്രശ്നം വരാറുണ്ട്. പിന്നെ ഈ ബാക്ടീരിയ ഉണ്ടെങ്കിൽ നമ്മൾ വിരിഞ്ഞു വരുന്ന കൂണിൽ ഒരു മഞ്ഞ നിറം വെറുതെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മഞ്ഞ നിറം വരികയാണെങ്കിൽ അത് ബാക്ടീരിയ മൂലം പ്രശ്നം. നമുക്ക് ഇതുവരെ ആരും ഈ ഒരു പ്രശ്നം പറഞ്ഞിട്ടില്ല കേട്ടോ. ഇതുവരെ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നമ്മളോട് പറയാം. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ ബെഡ് മാറ്റി വെച്ച് ബ്ലീച്ചിങ് പൗഡർ സ്പ്രേ ചെയ്യാനേ പറ്റുള്ളൂ. ബെഡ് ഷെഡിൽ വെക്കാനേ പാടില്ല. കാരണം ബാക്ടീരിയ വെള്ളം വഴി പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ കാണുകയാണെങ്കിൽ പറയാം. ഉണ്ടെങ്കിൽ മാത്രം ബ്ലീച്ചിങ് പൗഡർ മാത്രമാണ് നമുക്ക്. പക്ഷെ ബ്ലീച്ചിങ് പൗഡർ സ്പ്രേ ചെയ്താലും അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ല. ബാക്കിയുള്ളതിലോട്ട് വരാതിരിക്കാനേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് വഴിയാണ് വന്നേ, വെള്ളത്തിലൂടെയാണോ, നമ്മൾ ഈർപ്പം കൂടിയതിനുള്ള പ്രശ്നമാണോ, മാധ്യമത്തിലൂടെ എന്നൊക്കെ മനസ്സിലാക്കി അത് ഒഴിവാക്കാനേ പറ്റുള്ളൂ ഈ രീതിയില്. എനിക്ക് തോന്നുന്നു പ്രാക്ടിക്കല് ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ച് സക്സസ് സ്റ്റോറീസ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് 6ാം തീയതി ഇതിന്റെയൊക്കെ എന്താണ്
എക്സ്പീരിയൻസ് ഷെയറിംഗ് ഒക്കെ ഉണ്ട്, അന്ന് കാണിച്ചു തരാം. ബിസിനസ് പ്ലാനിന്റെ ക്ലാസ്സിന്റെ അന്ന് നന്നായി ചെയ്യുന്ന ഒരു 10 പേരുടെ എക്സാമ്പിൾസും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. സാധാരണ